നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ദുബായ് പങ്കുവയ്ക്കുന്നത്. ജോലിയിൽ നിന്ന് വിരമിക്കുന്ന വേളയിൽ പ്രവാസി ജീവനക്കാർക്ക് വലിയ ആശ്വാസകരമാകുന്ന റിട്ടയർമെന്റ് ആനുകൂല്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ദുബായ് ഭരണകൂടം. അങ്ങനെ പ്രവാസികൾക്ക് നിലവിലുള്ള ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾക്കൊപ്പം റിട്ടയർമെന്റ് ആനുകൂല്യമെന്ന നിലയിൽ കഴിഞ്ഞ ആഴ്ച ദുബായ് കിരീടാവകാശിയും കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് പ്രഖ്യാപിച്ച നിക്ഷേപത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ദുബായിലെ സർക്കാർ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ജീവനക്കാരായ പ്രവാസികൾക്കാണ് ആനുകൂല്യം ലഭ്യമാക്കുക. ഇതിനുശേഷമാകും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞത്. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ അഥവാ DIFCയുടെ മേൽനോട്ടത്തിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി സഹകരിച്ചും മികച്ച രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ചുമാണ് പ്രവാസികൾക്കുള്ള ഈ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കുക. സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ സെക്രട്ടറി ജനറലുമായ അബ്ദുള്ള അൽ ഖസ്മി അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ആദ്യമായാണ് കമ്മിറ്റി യോഗം ചേരുന്നത്. ദുബായിലെ ജീവനക്കാർക്ക് മികച്ച ജീവിത സാഹചര്യമൊരുക്കുകയും അവരുടെ റിട്ടയർമെന്റ് ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതി തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം മികച്ചതാക്കും. ഇതോടൊപ്പം ജീവനക്കാർക്ക് മികച്ച നിക്ഷേപക സാധ്യതയാണ് ഇതിലൂടെ തുറന്നിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് പുതിയ റിട്ടയർമെന്റ് നിക്ഷേപ പദ്ധതി ദുബായ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. സേവനം അവസാനിക്കുന്ന സമയത്ത് മൊത്തമായി തന്നെ ലഭിക്കുന്ന തുകയാണ് ഗ്രാറ്റുവിറ്റി. സേവന കാലയളവിന്റെ ദൈർഘ്യത്തിനനുസരിച്ചാണ് ഈ തുക നൽകുക. എന്നാലോ സേവന കാലയളവിൽ തന്നെ ജീവനക്കാർക്ക് വേണ്ടി നിശ്ചിത തുക നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് പുതുതായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും പുതിയ സേവിങ്സ് പദ്ധതിയിൽ സ്വമേധയാ ഉൾപ്പെടുത്തുമെന്നും ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനു ശേഷം അബ്ദുള്ള അൽ ഖസ്മി അറിയിച്ചു. ജോലിയിൽ പ്രവേശിച്ച തീയതി മുതലുള്ള ഗ്രാറ്റുവിറ്റി തുക കണക്കാക്കി അത് നിക്ഷേപക പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. തൊഴിൽ സ്ഥാപനമാണ് ഇത് ചെയ്യുക. മുൻവർഷത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളൊന്നും കണക്കാക്കാതെയാണ് ഈ തുക നിക്ഷേപിക്കുക. നിലവിലെ നിയമപ്രകാരം ഇതുവരെയുള്ള സേവന കാലാവധിക്ക് അനുസൃതമായ ഗ്രാറ്റുവിറ്റി തുകയാണ് ജീവനക്കാരന്റെ പേരിൽ നിക്ഷേപിക്കുക. എന്നാൽ ജീവനക്കാരന് സ്ഥാനക്കയറ്റമോ തൊഴിൽ മാറ്റമോ വരുന്നതിനനുസരിച്ച് വിഹിതത്തിലും വ്യത്യാസം വരുത്തുന്നതായിരിക്കും. അതേസമയം താല്പര്യമുള്ള ജീവനക്കാരന് സ്വന്തം നിലയ്ക്കും പദ്ധതിയിൽ നിക്ഷേപിക്കാൻ അവസരം ലഭിക്കും. എത്ര തുക നിക്ഷേപിക്കപ്പെടുന്നു, ഏത് സ്കീമിലാണ് തുക നിക്ഷേപിക്കുന്നത് എന്നതിന് അനുസൃതമായിരിക്കും ഇതിൽ നിന്നുള്ള ലാഭം. ശരീഅത്ത് ഫണ്ട്, ഹൈ റിസ്ക് ഫണ്ട്, ലോ റിസ്ക് ഫണ്ട് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നിക്ഷേപിക്കാനുള്ള അവസരം ജീവനക്കാർക്ക് ഉണ്ടായിരിക്കും. ഒന്നിലധികം പോർട്ട്ഫോളിയോകളിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ജീവനക്കാരൻ സ്വന്തം നിലയ്ക്ക് പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുക ഇഷ്ടാനുസരണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.